ഫൈനലി ഇന്ന് നമ്മുടെ ഡാൻസിങ് സ്റ്റാർസിലെ വിന്നർ ആയിട്ടുള്ള നയന ജോസൺ. ഇവൻ ആ പേര് എപ്പോഴും തെറ്റും കേട്ടോ. നയന ജോൺസൺ എന്ന് പറയും. നയന ജോസൺ. അപ്പൊ നയന ജോസന്റെ കല്യാണമാണെന്ന് ട്രിവാൻഡ്രത്തെ അൽസാജ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പൊ നമുക്ക് ക്ഷണമുണ്ട്. എന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. സത്യം പറഞ്ഞാൽ രാവിലെ 8:30 എഴുന്നേക്കണമെന്നും 8:30 ഇറങ്ങണമെന്ന് ഇരുന്നിട്ട് അവസാനം 9:10 ആവാറായി. കാരണം വേറെ ഒന്നുമല്ല, ഗ്ലാസ് മാറ്റു കോണ്ടാക്ട് ലെൻസ് വെച്ചുകൊണ്ടെന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഇവൻ വെച്ചിരിക്കുന്ന നീലയാണ്. നീല നാഗൊക്കെ എനിക്ക് ഇറങ്ങാനാണോ താങ്കളുടെ പ്ലാൻ? ഞാൻ എന്തായാലും ചത്ത മനുഷ്യരെ പോലെയാണ് ഇറങ്ങാൻ പോകുന്നത്. മീൻസ് ലൈക്ക് എന്താ പറയാ, നമ്മുടെ ഇതുപോലെ നാഗുൽ മേത്തയുടെ ഒക്കെ എന്നാണ് ഞാൻ സ്വന്തമായിട്ട് അഭിപ്രായപ്പെടുന്നത്. അപ്പൊ കല്യാണത്തിന് ചുമ്മാ പോകാൻ പറ്റുമോ? പറ്റില്ല, നാണക്കേടല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രെയിംസ് എടുക്കും. നമ്മളൊരു ഫ്രെയിം ചെയ്തെടുത്ത് ആക്ച്വലി ഇവൻ ഇന്നലെ ട്രിവാൻഡ്രം വന്നു. നമുക്ക് ഇന്നിപ്പോ എപ്പോ എത്തുമെന്ന് എനിക്കറിയില്ല. ഇതാണ് ഫ്രെയിം. നല്ല ഒരു പ്രൊമോഷൻ കൊടുത്ത ഫ്രെയിമിന്. ഇത് നല്ലൊരു ഫ്രെയിമാണ്. നല്ല രീതിയിൽ എഡ്ജ് ഒക്കെ ചെയ്ത്. ആറാട്ടെണ്ണം പറയും പോലെ പറയേ. അതായിരിക്കും ഞാൻ പറയാം. ഞാൻ ആറാട്ടെണ്ണം പറയും പോലെ പറയാവേ. നല്ല ഉണ്ടോ? കണ്ടിട്ട് ക്രഷോന്നുണ്ടോ? വാതിലും ആശംസിക്കുന്നോ? അല്ല ഉണ്ടോ? ഫസ്റ്റ് ഓഫ് ഒന്നായിരിക്കും ഉണ്ടാവും. നല്ല ഉണ്ടോ? ഫുഡൊക്കെ നന്നായിട്ടുണ്ടോ? ഫുഡ് കഴിച്ചില്ല. കണ്ടേ ഉണ്ടോ? ഞാൻ കണ്ടേ ഉണ്ടോ? ചേട്ടനെ കണ്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം. ഓക്കെ ഫൈൻ. അപ്പോ ബൈ. അങ്ങനെ പെരുവഴിയിലായിരിക്കുകയാണ്. ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഊബർ ബുക്ക് ചെയ്തു. ഞാനിതുവരെ ഊബർ അതേ നടക്കുള്ളൂ. അപ്പൊ എന്റെ ക്യാമറമാൻ ആവാൻ റെഡിയല്ലേ? നമ്മൾ ഊബർ ബുക്ക് ചെയ്ത് ഗൈസ്. സാധാരണ ഇങ്ങനെ ഊബർ ബുക്ക് ചെയ്ത് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ ലോക്കലാണല്ലോ ട്രിവാൻഡ്രം. നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആൾക്കാർ, നമ്മൾ ലോക്കൽ ആൾക്കാർ നമ്മൾ കൊണ്ടുപോവുകയാണ് കാറിലേക്ക്. ഓഹോ അങ്ങനെ. അങ്ങനെയാണ്. അടിപൊളി. വെയിറ്റ് ചെയ്യാം, നമ്മൾ ഊബർ വരട്ടെ. വെയിറ്റ് ചെയ്യുവാണ്. എത്തും ഗൈസ്. ഫൈനലി വി ഗെറ്റ് ദ ഊബർ. അതെ, യൂബർ ബുക്ക് ചെയ്തു. ഗ്രാമറിൽ ഞാൻ പണ്ട് ഉപയോഗിക്കുന്നത്. തമിഴാണെങ്കിൽ ആക്ച്വലി കുറച്ച് ഞാൻ പിടിച്ചിരിക്കും. കാരണം ബിഗ് ബോസ് തമിഴ് പാത്തതിക്ക് അപ്പുറം അതിതാ. അപ്പം എന്താ പറയാ, ഗിഫ്റ്റ് ഒക്കെ നമ്മൾ പൊതിഞ്ഞെടുത്ത്, ഇത് പൊതിഞ്ഞെടുക്കാൻ തന്നെ കുറച്ച് ടൈം എടുത്തു. അടച്ചു പോയി. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇനി സമയത്ത് എത്തത്തില്ല. അതുകൊണ്ടാണ് നമ്മളൊരു ഊബർ വിളിച്ച് പോയ സമയത്ത് എത്തത്തില്ല. 1 മണിക്ക് സദ്യ കഴിക്കേണ്ട സമയമായി. പിന്നെ ഷഹീർ അതാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിലും എന്റെ ഉദ്ദേശം അതല്ലല്ലോ. എന്റെ ഉദ്ദേശം കെട്ട് കാണണം. കാരണം കുറെ പേരുണ്ട് ആക്ച്വലി ഈ കല്യാണത്തിന്റെ ഫുഡ് കഴിക്കുന്ന സമയത്ത് കയറിപ്പോണ കുറെ ആൾക്കാരുണ്ട്. എനിക്ക് അങ്ങനെയുള്ള എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, നിന്റെ ഒപ്പീനിയൻ അല്ല. മീൻസ് ലൈക്ക് എനിക്ക് അതിനോട് പേഴ്സണലി താല്പര്യം. നമ്മൾ ഒരാളെ കല്യാണത്തിന് വിളിക്കുമ്പോൾ ഫുഡേ എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരും ഉണ്ട്. അതെന്താ നിന്റെ സ്വഭാവം. പക്ഷെ എനിക്ക് പേഴ്സണലി ഞാൻ കല്യാണം കഴിഞ്ഞ് എനിക്ക് കാണാ ഒരു താലിമല വീഴുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അത് കണ്ടിട്ട് എനിക്ക് ആക്ച്വലി ഫുഡ് ഇറങ്ങുള്ളൂ. അത് കാരണം ഫുഡേ എന്ന് പറയുന്നത് എനിക്ക് ഫുഡിനോട് താല്പര്യമില്ല. പൊതുവേ ഞാൻ കുറവായതുകൊണ്ടായിരിക്കും. ഷഹീർ ഫുഡിയാണ്, ഞാൻ ഫുഡി അല്ലല്ലോ. ഞാൻ ആവശ്യത്തിന് ഞാൻ 3 നേരം ഉമ്മച്ചി എപ്പോഴും എന്നെ ചോദിക്കും ഫുഡ് കഴിക്കുന്ന കാര്യം. അപ്പം ഞാൻ പറയണതും എനിക്ക് വിശക്കണം. ഫുഡ് കഴിക്കണമെങ്കിൽ എനിക്ക് വിശന്നിട്ടേ ഞാൻ ഫുഡ് കഴിക്കാറുള്ളൂ. അപ്പം അതാണ് നമുക്കിനി ബാക്കി പോയിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് നമുക്ക് കല്യാണം ഹോള് നമുക്ക് പറയാം അല്ലേ? ഹോളൊക്കെ അടിപൊളിയായിരിക്കും. ട്രിവാൻഡ്രത്തെ ഏറ്റവും വലിയ ഹോളാണ്. എറണാകുളത്തെ ഏറ്റവും വലിയ ഹോള്. എറണാകുളത്ത് അത് ഞാൻ വന്നിട്ടില്ലല്ലോ. കൊച്ചിയില് കുറവല്ലേ, നോക്കാം നമുക്ക്. അപ്പോൾ സോ ഗൈസ് we will update. അങ്ങനെ നമ്മൾ അൽസാജിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇൻവിറ്റേഷൻ കൊടുത്താലേ എത്താൻ പറ്റത്തുള്ളൂ. നയന ചേച്ചി, ഗൂഗിൾ ചേട്ടൻ. അനുശ്വരോട് സംസാരിക്കുന്ന വീഡിയോ എടുത്തില്ല.
മുകളിൽ പിറകിലോട്ട് അതെ. കവർ എന്തോന്നു എനിക്കതേക്കണത് ചൂണ്ടി അവിടെ അങ്ങനെ നമ്മൾ ഒരു ഓട്ടം ഓടി അതിൻ്റെ അവസാനം ഇപ്പം എത്ര കറികളുണ്ട് പറയുന്നതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. എനിക്കും അറിയില്ല. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ഒരു മുളകും ഉണ്ട്, പച്ചമുളക്.
ഗൈസ് അങ്ങനെ സദ്യ വന്നിട്ടുണ്ട്, ചോറ് വന്നിട്ടുണ്ട്, കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട്? എപ്പടി ഇരിക്കുന്നത്? നീ ട്രിവാൻഡ്രം ഫസ്റ്റ് ടൈം അല്ലേ സദ്യ കഴിക്കുന്നത്? അതെ അതെ, പാക്കല എപ്പടി ഇരിക്കുന്ന പാക്കണം. പായസം വന്നു കുട്ടിയല്ലേ? അടുത്ത പായസം. ഇത് എത്രാമത്തെ പായസം ഷഹീറെ? 3. അവിടെ പായസം ഉണ്ടായിരുന്നു, കടല ഉണ്ടായിരുന്നു, അടുത്ത് ഇതെന്തായിരുന്നു പേര്? പാലടപ്രഥമൻ. എടാ മതി, ഞാൻ ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട്. പാവങ്ങൾക്ക് കഴിക്കാൻ ഞാൻ എപ്പോഴും കുറച്ച് ബാക്കി വെക്കാറുണ്ട്. സോ ഗായ്സ്, നമ്മൾ കല്യാണം എല്ലാം കഴിഞ്ഞു, തിരിച്ച് ഊബർ തന്നെ വിളിച്ച് പോവാണ്. കാരണം വയ്യ, കൊണ്ടാൽ ഏത് തെണ്ടിക്കും ക്ഷീണമെന്ന് പറയും പോലെ ക്ഷീണം, നല്ല ക്ഷീണമായിട്ടുണ്ട്. നല്ല സത്യമായിട്ടും ഭയങ്കര ക്ഷീണം. ബസ്സിൽ പോകാനായിട്ടാണ് ഇരുന്നത്, പക്ഷെ ഇങ്ങോട്ട് ഊബറിൽ വന്ന ആ ഒരു സുഖം പിടിച്ചതുകൊണ്ട് തിരിച്ച് ബസ്സിൽ പോകാനുള്ള ഒരു തീരുമാനം കിട്ടിയില്ല. ബസ്സിൽ പോകാനുള്ള തീരുമാനത്തിലല്ല ഇത് ഒന്നും മിണ്ടുന്നില്ല ഷെയർ, കാരണം ഫുൾ ഓഫായി. കള്ള കുടിച്ചാണ് ഓഫായി ഇരിക്കുകയാണ്. പിന്നെ 3 തരം പായസം, ആക്ച്വലി എന്താ പറയാ, കടല പായസം, പിന്നെ അടപ്പായസം, പിന്നെ എന്തായിരുന്നു പാലടപ്രഥമൻ, പിന്നെ 18 കൂട്ടം കറികളുണ്ടായിരുന്നു സദ്യക്ക്, ചോറുണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. ഭയങ്കര എക്സ്പെക്ടേഷനോടുകൂടി ഞാൻ ഇരുന്ന സംഭവമാണ്, പക്ഷെ എന്റെ എക്സ്പെക്ടേഷൻ അത്രയും കിട്ടിയെന്ന് വെച്ചാൽ എക്സ്പെക്ടേഷൻ എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ക്രൗഡായിരുന്നു. നയന ചേച്ചിയുടെ കല്യാണം സെലിബ്രിറ്റി ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച അത്യാവശ്യം കുറച്ച് ആൾക്കാരായിരിക്കും ഉണ്ടാവാന്ന് കരുതി, പക്ഷെ എല്ലാവരെയും വിളിച്ചു കേട്ടോ, എല്ലാവരെയും വിളിച്ചാൽ അത്രയ്ക്ക് ഇത് ക്രൗഡ് ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കാനായാലും ഹാളിലായാലും ഇരിക്കാനും നിൽക്കാനും ഇല്ല, അത്ര സ്ഥലം ഇല്ലാതെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, അത്ര ഒരു റിലാക്സേഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്ക് സമാധാനത്തോടുകൂടി ഒരു ഫോട്ടോ എടുക്കാനോ അങ്ങനെ നിന്ന് പറ്റിയില്ല. ചടപടേന്നായിരുന്നു. അപ്പം അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എന്താണെന്ന് എനിക്കറിയില്ല. തൽക്കാലം ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു. അപ്പോൾ ബൈ.